രാമായണ മാസം ആരംഭിക്കുമ്പോൾ കേരളത്തിലെ പല പല പത്രങ്ങളിലൂടെയും പല പല മാധ്യമങ്ങളിലൂടെയും പല പ്രത്യേകതരം ശബ്ദങ്ങൾ ഉയർന്നു കേൾക്കാറുണ്ട്. രാമൻ സീതയെ ഉപേക്ഷിച്ചത് ശരിയായോ, താടകയെ വധിച്ചത് ശരിയായോ, ബാലിയെ ഒളിയമ്പ് ചെയ്ത് കൊന്നത് ശരിയായോ, അങ്ങനെ പല പല ചോദ്യങ്ങളും കാണാറുണ്ട് അല്ലെ. ഈ ചോദ്യങ്ങൾക്കൊക്കെ ശരിയായ ഉത്തരം ലഭിക്കണമെങ്കിൽ ഒറ്റ മാർഗമേയുള്ളൂ, രാമായണം ആഴത്തിൽ പഠിക്കുക. ഇന്ന് വായിക്കുന്ന ഭാഗത്തിൽ വരുന്നതാണ് താടകാവധവും അഹല്യാമോക്ഷവും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ സാങ്കത്യം എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ വിശ്വാമിത്ര മഹർഷി എത്തുമ്പോൾ ദശരഥ മഹാരാജാവ് അദ്ദേഹത്തെ വളരെ ആദരപൂർവം സ്വീകരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ മഹർഷികളോട് താൻ എന്തു വേണമെങ്കിലും ചെയ്തു തരാം എന്ന് ഒരു വാഗ്ദാനവും കൊടുക്കും. രാമലക്ഷ്മണന്മാരെ കാട്ടിലേക്ക് തൻ്റെ കൂടെ അയക്കണം എന്നതാണ് വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെട്ടത്. വാർദ്ധക്യകാലത്ത് തനിക്കുണ്ടായ പുത്രന്മാരോടുള്ള വാത്സല്യം നിമിത്തം അവരെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത് ദശരഥ മഹാരാജാവിന് ആലോചിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. മഹാരാജാവിന്റെ ഈ ഒരു എടുത്തുചാട്ടം നമുക്ക് പല സമയത്തും കാണാൻ സാധിക്കും. കൈകേയിക്ക് വാക്കുകൊടുത്തത് ഇതിനൊരു ഉദാഹരണമാണ്. നമ്മളൊരു പ്രതിജ്ഞ ചെയ്യുമ്പോൾ, വാക്ക് കൊടുക്കുമ്പോൾ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളത് ദശരഥ മഹാരാജാവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ എടുത്തു ചാടി വാക്ക് കൊടുത്താല് പിന്നീട് അതുകൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ, അതുകൊണ്ട് വരുന്ന വരായികകളൊക്കെ നമ്മൾ തന്നെത്താനും സഹിക്കേണ്ടി വരും. എന്താണെങ്കിലും ശ്രീരാമതത്വം അറിയുന്ന വസിഷ്ഠ മഹർഷി ദശരഥ മഹാരാജാവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ മഹാരാജാവ് രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ അയക്കും. യുദ്ധത്തിന് വരുന്ന അസുരന്മാരെ വിശ്വാമിത്ര മഹർഷികൾക്ക് വധിക്കാൻ സാധിക്കാഞ്ഞിട്ടല്ല, അദ്ദേഹം ഒരു മഹാരാജാവായിരുന്നു, വിശ്വാമിത്രൻ ഒരു മഹാരാജാവായിരുന്നു. എന്നാൽ ആ രാജപദവി ഉപേക്ഷിച്ച് തപസ്സിനായി ഇറങ്ങി തിരിച്ചു വിശ്വാമിത്രൻ. അദ്ദേഹത്തിന് രാജധർമ്മങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കാനും അറിയാം. വിശ്വേശാം മിത്രം വിശ്വാമിത്ര എന്നാണ്. വിശ്വം തന്നെ മിത്രമാക്കിയിട്ടുള്ള ആളാണ് വിശ്വാമിത്രൻ. യാഗം ചെയ്യേണ്ട കൈകൊണ്ട് ക്ഷത്രിയ ധർമ്മം ഏറ്റെടുക്കണ്ട എന്ന് വിചാരിച്ചു. മാത്രല്ല അദ്ദേഹത്തിന് മറ്റു ചില ഉദ്ദേശങ്ങളും കൂടി ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൽ എല്ലാവരുടെയും ലാളനയേറ്റ് വളരെ സരള ഹൃദയനായി വളർന്ന ശ്രീരാമനെ അവതാര ഉദ്ദേശം നടപ്പാക്കുന്നതിന് ഒരു ദൃഢതയും ശക്തിയും ഒക്കെ ഉണ്ടാക്കി തീർക്കുന്നതിനായിട്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഏതൊരു രത്നമാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വില പിടിച്ച മുത്താണെങ്കിലും അത് മിനുക്കിയാൽ മാത്രമേ തിളങ്ങുകയുള്ളൂ. നൈസർഗികമായ മിടുക്കും നമുക്ക് നൈസർഗികമായ കഴിവുകളും എല്ലാം ഉണ്ടെങ്കിലും പരിചയസമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് തിളങ്ങുകയുള്ളൂ. ശ്രീരാമന്റെ കാര്യത്തില് ഈ ഒരു ജോലി ഏറ്റെടുക്കുന്നത് വിശ്വാമിത്ര മഹർഷിയാണ്. നമ്മുടെ ജീവിതത്തില് ഒരു ഗുരുവിന്റെ സാന്നിധ്യം എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് എന്ന് ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാമലക്ഷ്മണന്മാരെ കാട്ടിൽ വെച്ച് വിളിച്ചുണർത്തുന്ന ഒരു രംഗം സുപ്രഭാതത്തിലുണ്ട്. വിശ്വാമിത്ര മഹർഷി വിളിച്ചുണർത്തുന്ന രംഗം. ഈ ഒരു ശ്ലോകം എല്ലാവർക്കും പരിചയമുള്ളതാണ്. കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ. വെങ്കടേശ സുപ്രഭാതത്തിലെ ആദ്യത്തെ വരി. ഇത് എവിടെ വെച്ച് കേട്ടാലും ആ ഒരു സുപ്രഭാതത്തിന്റെ പ്രതീതി നമ്മളിൽ ഉണ്ടാകും അല്ലേ. മാത്രമല്ല സുബലക്ഷ്മി അമ്മയുടെ സ്വരമാതിരി കൂടിയാണെങ്കിലോ അത് നമ്മളെ വേറൊരു ഭാവതലത്തിൽ തന്നെ കൊണ്ടെത്തിക്കും അല്ലേ, യാതൊരു സംശയവും ഇല്ല. എന്നാല് നമ്മളും രാവിലെ മക്കളെ വിളിച്ച് ഉണർത്താറുണ്ട് അല്ലേ. നമ്മളെങ്ങനെയാ വിളിക്കാറ്, എന്ത് പറഞ്ഞാ വിളിക്കാറ്, എങ്ങനെയാ, എന്ത് ദേഷ്യത്തിലാണോ സന്തോഷത്തിലാണോ എങ്ങനെയാ വിളിക്കുക, അവരുടെ ഒരു ദിവസം എങ്ങനെയായിരിക്കും. ഇനി ഇവിടെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വാമിത്ര മഹർഷി കുട്ടികളെ വനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. താടക ഏതു തരത്തിലും വധാർഹയാണെന്ന് വിശ്വാമിത്ര മഹർഷി പറയുമ്പോൾ സ്ത്രീ വധാർഹയാണോ, സ്ത്രീയെ വധിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഒരു ശങ്ക ശ്രീരാമനിവിടെ ഉന്നയിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി അധർമ്മം ചെയ്യേണ്ടി വരും. അതിനായി മടിക്കരുത്. മാത്രല്ല ഇനി താടകയെ നേരെയാക്കി എടുക്കാനൊന്നും സാധിക്കില്ല. അത്രമാത്രം അവര് തിന്മയിൽ ലയിച്ചു പോയി. അതുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യണം. അതായത് രജോ ഗുണത്തെയും താമസ ഗുണത്തെയും ഇല്ലാതെയാക്കി
നമ്മുടെ ഹൃദയത്തിൽ സത്വഗുണം നിറയ്ക്കണം. അതിനായി തമോ ഗുണപ്രധാനിയായ കുംഭകർണനെ ഭഗവാൻ വധിച്ചു. രജോ ഗുണപ്രധാനിയായിട്ടുള്ള രാവണനെ ഭഗവാൻ വധിച്ചു. സത്വഗുണപ്രധാനിയായിട്ടുള്ള വിഭീഷണനെ രാജാവാക്കി. ഇനി തമോ ഗുണപ്രധാനിയായിട്ടുള്ള താടകയെ ഭഗവാൻ വധിച്ചു. രജോ ഗുണപ്രധാനിയായിട്ടുള്ള ശബരിക്ക് മോക്ഷം നൽകി. സത്വഗുണപ്രധാനിയായിട്ടുള്ള അഹല്യയെ പൂർവസ്ഥിതിയിലാക്കി. ഇതിൽ നിന്നും നമ്മൾ സത്വഗുണത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്ന് ശ്രീരാമ ഭഗവാൻ കാണിച്ചു തരുന്നു. ഇനി താടകയുടെ കാര്യത്തിലാണെങ്കിൽ ലോകമംഗളത്തിന് വേണ്ടി നടത്തുന്ന ഒരു യജ്ഞത്തിന്, യാഗത്തിന് തടസ്സം നിൽക്കുകയാണ് ഉണ്ടായത്. ലോകമംഗളത്തിന് എതിരെ നിൽക്കുന്ന ആരും വധാർഹരാണ്. മാത്രമല്ല, ക്ഷത്രിയ ധർമ്മം എന്നുള്ളത് രാജ്യപരിപാലനാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെ നിൽക്കുന്ന, ലോകമംഗളത്തിന് എതിരെ നിൽക്കുന്ന ആരായാലും വധിക്കപ്പെടുന്നു. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും താടക വധാർഹയാണ്.